പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്നറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. വീണ്ടും പ്രാവശ്യം നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ എൻ്റെ ദൈവം ഇടവരുത്തിയ കൃപയ്ക്കാകി സ്തോത്രം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം, നാം അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 41-42 വാക്യം. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും ഞങ്ങൾ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നുവെന്ന് സ്ത്രീയോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്തോത്രം കർത്താവേ, പ്രീതിയുള്ള സ്വർഗീയ അപ്പച്ച, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീ അടിയനോടുകൂടെ ഇരിക്കണമേ. വാക്യം നിൻ്റേതാണപ്പ, ഞങ്ങൾ ഓരോരുത്തരും നിൻ്റേതാണപ്പ. വാക്യത്തെ അയച്ച് നീ സൗഖ്യം ചെയ്യുന്ന ദൈവമാണല്ലപ്പ. അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പ. കർത്താവേ, നീ കൈവിടല്ലപ്പ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മനെ, നീ അടിയൻ്റെ നാവോടുകൂടെ ഇരിക്കണമേ. നീ സംസാരിക്കണമേ. മനുഷ്യ സ്വരമല്ലപ്പ, നിന്റെ സ്വരം കേൾപ്പാൻ നീ ഇടയാക്കണമേ. ഞാനോ കുറയണം, നീയോ വളരണംപ്പ. യേശുവേ, നീ വളരണംപ്പ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഈ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 41-42 വാക്യത്തിനകത്ത് യേശുവും ശിഷ്യന്മാരും ശമരിയ പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ പോയി ആഹാര സാധനങ്ങളെ വാങ്ങിക്കൊണ്ട് വാന്ന് പറഞ്ഞു. അവിടെ ഒരു നല്ല കിണർ കണ്ടു. ആ കിണറിൻ്റെ കരയിൽ യേശു അവിടെ ഇരുന്നു, ക്ഷീണിച്ചവിടെ ഇരുന്നു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ, യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പാപികളായ നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു പാപിയായ സ്ത്രീ അവിടെ വെള്ളം കോരാൻ വരുമെന്നുള്ളത് ദൈവത്തിന് അറിയാമായിരുന്നു. അതിന് യേശുക്രിസ്തു അവിടെ ഇരുന്നു. ആ ഇരുന്ന് വേഗം തന്നെ ഒരു 12 മണിയായപ്പോൾ ഒരു സ്ത്രീ വെള്ളം കോരുവാനായിട്ട് കുടവും എടുത്ത് അങ്ങനെ വരികയാണ്. വന്നു, അവള് കിണറ്റിലേക്ക് കയറിട്ടു, വെള്ളം അവൾ കോരി. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ തരാൻ. ഉടനെ അവൾ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നു, നീ യഹൂദ വംശക്കാരനാണ്, ഞാൻ ഹീന ജാതിക്കാരത്തെയാണ്, താഴ്ന്ന ജാതിക്കാരത്തെയാണ്, നീ എങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കുമെന്ന്. ഉടനെ യേശു പറയുന്നു, നീ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് എപ്പോഴും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനെ ഒരിക്കലും ദാഹിക്കത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ അവൾ അവിടെ കിണറ്റിൻകര തന്നെ അവൾ തൊട്ടിയും കയറും കുടവും അവിടെ താത്തു വെച്ചിട്ട് അവൾ പറയുകയാണ്, ഇനി ഇവിടം വരെ വരാതെ എനിക്ക് ആ വെള്ളം വേണമെന്ന് പറയുന്നു. എനിക്ക് ആ വെള്ളം വേണമെന്ന്. ഉടനെ അവൾ കർത്താവ് പറയുന്നു, നീ നിൻ്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വരാൻ. ഉടനെ അവൾ പറയുന്നു, എനിക്ക് ഭർത്താവില്ലെന്ന്. ഉടനെ യേശു പറയുന്നു, നിനക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞ് ശരി, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് അവൾക്കൊരുമാതിരിയായി. അവള് കുടമെല്ലാം അവിടെ വെച്ചിട്ട് അവിടെ അള്ളിയിലേക്ക്, അവിടെ വില്ലേജിലേക്ക് ഓടിപ്പോയി. ഓടിവാ, എൻ്റെ കാര്യമെല്ലാം പറഞ്ഞ ഒരു പ്രവാദി വന്നിരിക്കുന്നു, അവൻ ക്രിസ്തുവാണോ എന്ന് എനിക്കറിയത്തില്ല, വാന്ന് പറഞ്ഞു. അവിടെയുള്ള ജനങ്ങളെല്ലാം ഓടി വന്ന് യേശു ക്രിസ്തുവിനെ വിളിച്ച് അവരുടെ വില്ലേജിൽ കൊണ്ടുപോയി 2 ദിവസം അവിടെ വചനം ഘോഷിക്കുകയും രോഗികൾ സൗഖ്യമാകുകയും അനേക അത്ഭുതങ്ങൾ അവിടെ നടന്നു. ആ സമയത്ത് ഇവളോട് തിരിഞ്ഞ് അവിടെ ഉള്ള ആൾക്കാർ പറയുന്ന വാക്കാണിത്, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ രോഗരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നുവെന്ന് സ്ത്രീയോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു ലോകരക്ഷകനെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രിയ മക്കളെ, നമ്മുടെ യേശു ക്രിസ്തു ലോകരക്ഷകനാണെന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അറിയാത്തവരെ ഇന്ന് തന്നെ
അറിഞ്ഞിരിക്കണം അവൻ ലോകരക്ഷിതാവാണെന്ന്. അതുപോലെ എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കണം. ഒരാൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ മനുഷ്യരും, ലോകത്തിലുള്ള സകല മനുഷ്യരും യേശു ക്രിസ്തു ലോകരക്ഷകനെന്ന് അറിഞ്ഞിരിക്കണം. മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ സ്വർഗീയ മണിമേള വിട്ട് ഈ ലോകത്തിലേക്ക് മനുഷ്യനായി വന്ന് 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ച് കണ്ണില്ലാത്തവർ കണ്ണു കൊടുത്ത്, കാലില്ലാത്തവർ കാല് കൊടുത്ത്, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അനേക അത്ഭുതങ്ങൾ ചെയ്ത് 33 വർഷമായപ്പോൾ പഴയ നിയമകാലത്ത് കാളകളെയും ആടുകളെയും കട്ട് ചെയ്ത് രക്തം ഒഴുക്കിയാണ് പാപപരിഹാരമായിക്കൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യമായിട്ട് യേശു ക്രിസ്തു നിന്റെ പാപത്തിനു വേണ്ടി രക്തം ഒഴുക്കി ക്രൂശിന്മേൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമ്മളിൽ വസിക്കുവാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടി ചെയ്തിരിക്കുന്നത്. പ്രിയ മക്കളെ, അങ്ങനെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കർത്താവും ശിഷ്യന്മാരും ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് ദൈവം ചോദിച്ചു, ഇവർ എന്നെ ആരെന്ന് പറയുന്നുവെന്ന്. ഉടനെ കുറെ പേര് പറഞ്ഞു ഏലിയാവെന്ന് പറയുന്നെന്ന്, പിന്നെ പറഞ്ഞു പ്രവാചകരിൽ ഒരുത്തനെന്ന്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നുവെന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു. ഉടനെ ശിമോൻ പത്രോസ് ഉടനെ പറയുന്ന വാക്കാണ്, പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നുവെന്ന് എന്ന് പറഞ്ഞു. അതിന് യേശു ക്രിസ്തു അവനോട്, നീ ഭാഗ്യവാൻ. യേശു ക്രിസ്തു അവനോട്, നീ ഭാഗ്യവാൻ, ഈ സത്യം നിനക്ക് വെളിപ്പെടുത്തി തന്നത് മനുഷ്യരാരുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഈ സത്യം വെളിപ്പെടുത്തി തന്നത്. അങ്ങനെ യേശു ക്രിസ്തു ലോകരക്ഷകനെന്ന് ആര് അറിയുന്നു അവര് ഭാഗ്യവന്തർ, അവരാണ് ഭാഗ്യവന്തർ. പ്രിയ മക്കളെ, നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തറിഞ്ഞിരിക്കണം? കർത്താവായ യേശു ക്രിസ്തു ലോകരക്ഷിതാവാണെന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അറിഞ്ഞിട്ടില്ലാത്തവർ ഇന്ന് തന്നെ എൻ്റെ കർത്താവ് ലോകരക്ഷിതാവാണെന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇനി ഒരു വാക്യം നമുക്ക് നോക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25-ാമത്തെ വാക്യം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജോബ് 1-ാം അധ്യായത്തിനകത്ത് അവനെ പോലെ ധനാഢ്യനായ ഒരു മനുഷ്യൻ വേറെ ആരുമില്ലായിരുന്നു. അവൻ ഭയങ്കര പണക്കാരനായിരുന്നു, ഭയങ്കര ധനാഢ്യന്. അതുപോലെ തന്നെ ദൈവത്താൽ സാക്ഷ്യം കൊണ്ടവനും കൈക്കൊണ്ടവനുമായിരുന്നു. സാത്താന് കണ്ടിട്ട് സഹിക്കാൻ മേല. സാത്താൻ ഒരു ദിവസം ദൈവത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നു, നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് അവൻ ഇത്ര പണക്കാരനായത്, ഭയങ്കര ധനാഢ്യനായത്. നീ ഒന്ന് വേലി പൊളിച്ചു നോക്കിക്കേ, നിന്നെ അവൻ തള്ളിപ്പറയുമെന്ന്. കർത്താവിന് അറിയാമായിരുന്നു ഇയ്യോബ് ഒരിക്കലും തള്ളിപ്പറയത്തില്ല. ഓരോരുത്തർ നമ്മുടെ ഹൃദയങ്ങളെയും കൃതാന്തരങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ജോബ് ഒരു കാരണവശാലും തള്ളിപ്പറയത്തില്ലെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. വേലി പൊളിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ അവൻ്റെ ആത്മാവിനെ മാത്രം നിനക്ക് തൊടാൻ അധികാരമില്ലെന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, അവനുള്ള സകല സമ്പത്തുകളും തീ കത്തി ചുട്ടിച്ചാരവായിപ്പോയി. അവൻ്റെ മക്കളെല്ലാം മരിച്ചുപോയി. അവനുള്ള എല്ലാ സമ്പത്തുകളും നശിച്ചു. അവൻ്റെ ശരീരം മുഴുവൻ പുണ്ണായി. അവൻ ഓട്ട് കഷ്ണങ്ങളും തെങ്ങിൻകായുടെ ചിരട്ടയും എടുത്ത് അവൻ്റെ ദേഹമെല്ലാം ചൊറിയാൻ തുടങ്ങി. അവൻ്റെ ശരീരത്തുനിന്ന് പഴുപ്പും ചോരയും ഒഴുകാൻ തുടങ്ങി. അവൻ വേദനയാൽ കഷ്ടപ്പെട്ടു.
ആ സമയത്ത് അവൻ്റെ ഭാര്യ പറയുകയാണ്, ഇത്രയെല്ലാം ആയിട്ടും നീ ദൈവം ദൈവമെന്നും പറഞ്ഞിരിക്കുന്നു, ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് നീ പോയി ചാക. ഓ, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത്. നമ്മൾ നന്മ മാത്രം അനുഭവിച്ചാൽ മതിയോ? തിന്മയും അനുഭവിക്കണം. അവൻ പറയുകയാണ് അത്രയും വേദനയുള്ള സമയത്തും. അതുപോലെ തന്നെ അവൻ്റെ സഹോദരങ്ങളായാലും കൂട്ടുകാരായാലും എല്ലാം വന്നവനെ പഴിക്കുകയും നീ ചെയ്തതിൻ്റെ ഫലമാ നീ അനുഭവിക്കുന്നത്, നീ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അങ്ങനെയെല്ലാം പറഞ്ഞ് അവനെ വേദനിപ്പിക്കുന്ന സമയത്തും അവൻ ഒന്നും മിണ്ടാതെ ഇരുന്നു. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയ മക്കളെ, നമ്മളും അതുപോലെ തന്നെ ഏത് കഷ്ടത്തിൻ്റെ നടുവിലും ആ സമയത്തും ആ കഷ്ടത്തിൻ്റെ നടുവിലും ആ വേദനയുടെ നടുവിലും ജോബ് പറയുന്ന വാക്കാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ ഭൂമിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ഭയങ്കര കഷ്ടത്തിലും ജോബ് പറയുന്നു. നമ്മുടെ കഷ്ടങ്ങളിലും രോഗങ്ങളിലും ദുഃഖങ്ങളിലും കടഭാരങ്ങളിലും എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും നമ്മൾ പറയണം, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ എൻ്റെ ഉപനിധി, അവൻ എന്നെ കാത്തു പരിപാലിക്കും, അവനല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, എൻ്റെ യേശു അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, എൻ്റെ യേശു എന്നെ കൈവിടത്തില്ല. എൻ്റെ ദൈവം നമ്മളോട് പറഞ്ഞിട്ടില്ലേ, ഭൂമിയുടെ ഏത് ഭാഗത്ത് പോയി നീ പാർത്താലും നമ്മളെ തേടി വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഹൃദയം ഒരിക്കലും കലങ്ങിപ്പോകരുത്. ഓരോരുത്തർ ഒരു രോഗമോ ദുഃഖമോ വരുമ്പോഴത്തേക്ക് അങ്ങ് ക്ഷീണിച്ച് പുതച്ച് മൂടി കിടക്കും. അയ്യോ, എൻ്റെ കാലം കഴിഞ്ഞു, എൻ്റെ സമയം കഴിഞ്ഞു, ഇനി എന്താ ഗതി? നിങ്ങളെ തന്നെ അങ്ങോട്ട് ദൈവത്തിനെ കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവമേ, എന്നെ കൊണ്ട് നിനക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ എന്നെ ഈ ലോകത്തിലിട. ഇല്ല, നിനക്ക് എന്നെ കൊണ്ട് പ്രയോജനമില്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് നീ എടുത്തോ. പറ, ധൈര്യമായിട്ട് പറ. എന്തിനു ഭയപ്പെടണം? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയം ഒരിക്കലും കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യണം. നമ്മൾ ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കുന്നവരായിരിക്കണം. നമ്മുടെ ഹൃദയം ഒരിക്കലും കലങ്ങിപ്പോകരുത്. അതുപോലെ തന്നെ റോമർ 8-28 വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് എല്ലാവരും പറയും. എല്ലാവരുടെയും വായിൽ അത് പറയും. അതിന് ഒരു അർത്ഥവുമില്ല, യാതൊരു അർത്ഥവുമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് എല്ലാം നന്മയ്ക്കായി തീരുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ദൈവകൽപ്പന പ്രകാരം ജീവിക്കുന്നതാണ് തെളിവ്. നമ്മൾ ദൈവകൽപ്പന പ്രകാരം ജീവിക്കുന്നുണ്ടോ? ദൈവം നമുക്ക് പഴയ നിയമത്തിലെ 10 കൽപ്പനയാണ് തന്നിരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് വെറും 2 കൽപ്പനയാണ് തന്നിരിക്കുന്നത്. 10ഉം കൂടെ ചേർന്ന് 2 കൽപ്പനയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മൾ അനുസരിക്കുന്നുണ്ടോ? അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടോ? നമ്മൾ നമ്മളെ തന്നെ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുകയും ദൈവകൽപ്പന പ്രകാരം ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഏത് കഷ്ടങ്ങളും ഏത് പ്രയാസങ്ങളും എന്തെല്ലാം ബുദ്ധിമുട്ടുകളും എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നാലും ആദ്യം കയ്പായി നമുക്ക് തോന്നും, സ്വല്പ കയ്പായി തോന്നും. എന്നാൽ മധുരമാക്കി തീർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ പലപ്പോഴും പല ഓപ്പറേഷൻ തിയേറ്ററിൻ്റെയും സ്റ്റേബിളിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ സമയത്ത് കയ്പായി തോന്നി. എങ്കിലും പെട്ടെന്ന്
സൈത്താനെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുപോ എന്ന് പറഞ്ഞ് ഞാൻ ധൈര്യം സംഭരിച്ച്, കർത്താവേ, നീ അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല, നീയാണ് എൻ്റെ എല്ലാം എല്ലാം എല്ലാം. അങ്ങനെ ഞാൻ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വന്ന് ഇന്നുവരെയും നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നു. പ്രിയ മക്കളെ, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യം, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാതെ നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. നമ്മുടെ മൺകൂടാരം ഒരിക്കൽ അഴിഞ്ഞു പോകുമ്പോൾ നിത്യമായ ഒരു ഭവനം നമുക്ക് വേണ്ടി ദൈവം ദാനമായി സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ട്. അത് നമ്മുടെ ആശയും പ്രത്യാശയുമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ലോകത്തിൽ കഷ്ടപ്പെടുന്നത്. ഈ ലോകത്തിൽ നമ്മൾ കഷ്ടപ്പെടുന്നത് അനേകരുടെ ചീത്ത വിളി കേട്ടും അനേകരുടെ ഉപദ്രവം അനുഭവിച്ചും നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നത് നമുക്ക് വേണ്ടി ഒരു ഭവനം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 5-ാമത്തെ വാക്യം, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിന് അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയ്ക്ക് വേണ്ടി ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നിങ്ങൾ അനുഭവിക്കണം, നിങ്ങളത് അനുഭവിക്കണം. ദൈവത്തോട് നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ച് അത് മേടിക്കണം. ഇല്ല എങ്കിൽ നമ്മൾ കർത്താവ് വരുമ്പോൾ രൂപാന്തരപ്പെട്ടു പോകുവാൻ ഭയങ്കര കഷ്ടമാണ്. നമ്മൾ എല്ലാവരും പ്രാപിക്കേണ്ടതാണ് ആ മുദ്ര. പ്രാപിക്കാത്തവർ ദയവേത് കർത്താവിൻ്റെ സന്നിധിയിൽ താണിരുന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് കരഞ്ഞു പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്കും ആ മുദ്ര വേണം. ആ മുദ്ര നമുക്ക് വേണം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അതതിൻ്റെതായ മുദ്രയുണ്ട്. അതുപോലെ നമ്മുടെ മുദ്ര കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാണ്. ആ മുദ്രയില്ലാത്തവർക്ക് രൂപാന്തരം പ്രാപിക്കുവാൻ ഭയങ്കര കഷ്ടമാണ്. നാം മരണം വിട്ട്, അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. പ്രിയ മക്കളെ, നാം മരണം വിട്ട്, ഏത് മരണമാണ്? ഈ ശരീരത്തു നിന്നും വിടുന്ന മരണത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, നിത്യമരണത്തെക്കുറിച്ചാണ്. അതായത് നിത്യ നരകം. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. നിങ്ങളുടെ സഹോദരന്മാരെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പനെ കണ്ടാൽ മക്കൾ മിണ്ടത്തില്ല, മക്കളെ കണ്ടാൽ അപ്പൻ മിണ്ടത്തില്ല, ചേട്ടനെ കണ്ടാൽ അനിയൻ മിണ്ടത്തില്ല, അനിയനെ കണ്ടാൽ ചേട്ടനെ മിണ്ടത്തില്ല. നിങ്ങൾ കാണുന്ന സഹോദരങ്ങളെയും കണ്ണാലെ കാണുന്ന മാതാപിതാക്കളെയും സ്നേഹിക്കാത്ത നിങ്ങൾ എങ്ങനെയാണ് കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്ന പ്രിയ സഹോദര സഹോദരി? നമ്മൾ എപ്പോഴും സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കണം. ഇവിടെ പറയുന്ന മരണം ശരീരം വിടുന്ന മരണത്തെക്കുറിച്ചല്ല, നിത്യ മരണത്തെക്കുറിച്ചാണ്. അതായത് നിത്യ നരകത്തിൽ പോകുന്ന 2ാമത്തെ മരണത്തെക്കുറിച്ചാണ്. വെളിപ്പാട് 21-ാം അധ്യായം 8-ാമത്തെ വാക്യം, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്ക പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2ാമത്തെ മരണം. ഈ മരണം നിങ്ങൾക്ക് വേണമോ? വേണ്ട. നമുക്ക് ഈ മരണം വേണ്ട. പ്രിയ മക്കളെ, നമ്മൾ സഹോദരങ്ങളെ സ്നേഹിക്കുകയും നമ്മൾ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. നിങ്ങൾ സഹോദരനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ
നിങ്ങൾക്ക് ഈ മരണം കിട്ടത്തില്ല. അതുപോലെ തന്നെ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, ക്ഷുദ്രക്കാർ, വിംബാരാധികൾ, എല്ലാ ഫോഷ്ക പറയുന്നവരും, വാ തുറന്ന കള്ളമേ പറയത്തുള്ളൂ. കള്ളത്തിൻ്റെ അപ്പൻ സാത്താനാണ്. അതുകൊണ്ട് പ്രിയ മക്കളെ, അങ്ങനെയുള്ളവരെ ഇതെല്ലാം എനിക്കുണ്ടോ? കർത്താവേ, എനിക്കുണ്ടെങ്കിൽ ഇതിൽ നിന്നും എന്നെ വിടുവിക്കണമേ. നമ്മൾ ഒരിക്കലും ഏടികളായി ജീവിക്കരുത്. നമ്മൾ ഭയപ്പെടരുത്. ഭയത്തിൻ്റെ ആത്മാവല്ല നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവാണ്. ധൈര്യത്തിൻ്റെ ആത്മാവ്. ഈ ധൈര്യത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് കിട്ടണമെന്ന് വരിൽ നിങ്ങളിൽ ആര് വസിക്കണമെന്നറിയാവോ? ആ മുദ്ര നിങ്ങളുടെ മേലെ വീഴണം. ആ പരിശുദ്ധാത്മാവിൻ്റെ നീര് നിങ്ങളുടെ മേൽ ഒഴുകണം. ആ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കണം. എങ്കിൽ മാത്രമേ ആ പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മുടെ മേൽ ഇറങ്ങണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ നിത്യ നരകത്തിൽ പോകാതിരിക്കത്തുള്ളൂ. പ്രിയ മക്കളെ, നമുക്ക് രണ്ടാമത്തെ മരണം വേണ്ട. നമുക്കൊരു മരണം മതി. ഒരേ ഒരു മരണം ഉള്ളവർക്ക് രണ്ട് മരണമുള്ളവർക്ക് 2 പ്രാവശ്യം നമ്മൾ മരിക്കണം. ഒന്ന് നമ്മുടെ ജഡത്തിൽ നിന്നും മരിക്കുക, ഒന്ന് നമ്മൾ ആത്മാവിൽ മരിക്കുക. നമ്മൾ അങ്ങനെ മരിച്ചാൽ നമ്മൾ ഇവിടെ പോകുമെന്നറിയാമോ? സ്വർഗരാജ്യത്തിൽ പോകും. സ്വർഗരാജ്യത്തിൽ നമ്മൾ നമ്മുടെ എല്ലാം വിട്ട് നമ്മുടെ എല്ലാ ശരീര ആത്മ പ്രാണ ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. പ്രിയ മക്കളെ, ഇവിടെ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പെൺകുട്ടി ആദ്യമായിട്ട് ഇന്നലെ ഞങ്ങളുടെ ചർച്ചിൽ വന്നതാണ്. ആ പെൺകുട്ടിയെ കൊണ്ട് ഒരു സാധാരണ ചർച്ച വരുന്നവരാണ് വന്നത്. കാരണം ആ പെൺകുട്ടിയുടെ കൂടെ ഇന്നും രാത്രിയിൽ ആരോ വന്ന് കിടക്കുന്നതായിട്ട് അവൾക്ക് തോന്നും. പിന്നെ ആ കുട്ടിക്ക് ഉറക്കവും വരത്തില്ല, നല്ല ആഹാരവും എടുക്കത്തില്ല, പഠിക്കത്തുമില്ല. ഭയങ്കര കഷ്ടമാണ്. 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇന്നലെ ചർച്ചിൽ വന്നതെന്ന് കാണുമായിരുന്നു. ലിപ്സ്റ്റിക്കും ഒക്കെ അങ്ങോട്ട് എഴുതി, അങ്ങോട്ട് മുടിയല്ല അങ്ങോട്ട് ഇട്ട്, ഭയങ്കര മുടി. അത്ര 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിന് ഭയങ്കര മുടി. കാണാൻ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി. അവൾ ചർച്ചെല്ലാം കഴിഞ്ഞു. ഇങ്ങനെ ആൾക്കാരെല്ലാം പ്രാർത്ഥിക്കാനായിട്ട് വരും. ഞങ്ങൾ 2-3 പേര് പാസ്റ്റർ ഒരിടത്ത് പ്രാർത്ഥിക്കുന്നു, അസോസിയേറ്റ് പാസ്റ്റർ ഒരിടത്ത് പ്രാർത്ഥിക്കുന്നു, ഞാൻ ഒരിടത്ത് പ്രാർത്ഥിക്കുന്നു. എവിടെല്ലാം പ്രാർത്ഥിച്ചെന്ന് ആരെല്ലാം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും അവർ പിന്നെയും വന്ന് എൻ്റെ അടുത്ത് മുട്ടുകുത്തും. അങ്ങനെ ആ പെൺകുട്ടിയെ കൊണ്ട് അവരെല്ലാം പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് എൻ്റെ ഇരുത്തിയ ഉടനെ ഞാൻ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയ ഉടനെ അവൾ അങ്ങോട്ട് കാറാൻ തുടങ്ങി. കാറി ഇറങ്ങി ഓടാനൊരുങ്ങി. ഞാൻ ഉടനെ അവിടെ ആ മുടി കുത്തലിങ്ങനെ കയറി അങ്ങ് പിടിച്ച് യേശുക്രിസ്തുവിൻ നാമത്തിൽ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നിട്ട് അവൾ എന്നെ ഭയങ്കര ശക്തി എന്ന് പറഞ്ഞാൽ, അപ്പാ എന്തോ ശക്തിയായിരുന്നെന്ന് എനിക്കറിയത്തില്ല. ആ മുടിയെ പിടിച്ചില്ലായിരുന്നേ അവളെന്നെ വലിച്ച് തള്ളിയിട്ട് വെച്ച് പോയേനെ വരുന്നത്. ഏതായാലും ഞാൻ മുടിക്ക് കയറി പിടിച്ച് അവിടെ മുട്ടമേ നിൽക്കുക, യേശുക്രിസ്തുവിൻ നാമത്തിൽ മുട്ടമേ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൾ മുട്ടാൻ നിന്നു. അവൾക്ക് വേണ്ടി എല്ലാവരോടും പറഞ്ഞു, കൈ എല്ലാവരും ഇങ്ങോട്ട് ചാച്ചി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ചേർന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ അടിച്ച് തല്ലി താഴെ വീണ് ഉരുണ്ട് കാറി വിളിച്ച് ഞാൻ പൊക്കോളാമേന്ന് 3 പ്രാവശ്യം വിളിച്ചു കൂവി. അവിടെ ശരീരത്തിൽ നിന്നും ആ സാത്താൻ അവളെ വിട്ടുപോയി. നമ്മുടെ ദൈവം ആരാണ് മക്കളെ? ജീവിക്കുന്ന ദൈവമാണ്, സത്യദൈവമാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദൈവം അവൻ അഖിലാണ്ട സൃഷ്ടിതാവാണ്. അവൻ രാജാതിരാജനാണ്. അവൻ വലിയ ഡോക്ടറാണ്. അവനാൽ അസാധ്യമായത് ഒന്നുമില്ല. എല്ലാം സാധ്യമാകട്ടെ. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ മുട്ടുകുത്താൻ പറ്റുന്നൊരു മുട്ടുകുത്തുക. നിങ്ങളുടെ വേദനയുള്ള ഭാഗത്ത് നിങ്ങളുടെ ഒരു കരം വയ്ക്കുക. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക.
ദൈവം നിങ്ങളെ ഇപ്പോൾ തന്നെ തൊടുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്ര സ്തോത്ര സ്തോത്ര. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തും ആയിരിക്കുന്ന മക്കളുമായിട്ട് നിൻ്റെ അടുത്ത് വരുന്നപ്പ അവരെ നീ അനുഗ്രഹിക്കണമേ. പൂർണ്ണ ആയുസ്സും ആരോഗ്യം നീ കൊടുക്കണമേ. ഒരുത്തർ പോലും നശിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമെന്ന് എല്ലാവരും അറിയുവാൻ നീ ഇടയാക്കണമേ അപ്പ. എൻ്റെ യേശു വിടുതൽ കൊടുക്കുന്ന ദൈവമെന്ന് അറിയുവാൻ നീ ഇടയാക്കണമേ. എൻ്റെ യേശു രക്ഷിക്കുന്ന ദൈവമാണെന്ന് അറിയുവാൻ നീ ഇടയാക്കണമേ അപ്പ. കൈവിടല്ലപ്പ. ഒരിക്കലും നശിച്ചുവാൻ നീ സമ്മതിക്കല്ലപ്പ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. ഏതെല്ലാം രോഗത്താൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ, ICUവിലും വെന്റിലേറ്ററിലും കഴിയുന്ന നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. അവരെ തൊടണമേ അപ്പ. ആ കിടക്കയിൽ കടന്ന് യേശു ജീവിക്കുന്ന ദൈവമെന്ന് അവരറിയുവാൻ നീ ഇടയാക്കണമേ അപ്പ. കർത്താവേ നീ പ്രവർത്തിക്കണമേ, നീ പ്രവർത്തിക്കണമേ അപ്പച്ച. കർത്താവേ നീ കൈവിടല്ലപ്പ. പരിശുദ്ധാത്മനെ ഇപ്പോൾ തന്നെ ഈ നിമിഷമേ തൊടണമേ. ഈ നിമിഷമേ എനിക്ക് വേണ്ടി ആ രക്തം ചൊരിഞ്ഞ കരം, എനിക്ക് വേണ്ടി ആണികൾ തറയ്ക്കപ്പെട്ട കരം ഇപ്പോൾ തന്നെ അവരുടെ മേൽ ആവസിക്കണമേ കർത്താവേ. പരാലിസിസ് രോഗികളെ നീ തൊടണമേ. ട്യൂമർ രോഗികളെ നീ തൊടണമേ കർത്താവേ. കാൻസർ രോഗികളെ നീ തൊടണമേ കർത്താവേ. ഏതെല്ലാം വിധത്തില് വയറ്റുവേദന, തലവേദന, പുറത്ത് വേദന, കാലുവേദന, മുട്ടുവേദന, അനേക വേദനകളാൽ കഷ്ടപ്പെടുന്നല്ലപ്പ. ഞങ്ങളുടെ വേദനകളെ, ഞങ്ങളുടെ പാപങ്ങളെ, ഞങ്ങളുടെ ശാപങ്ങളെ നിന്റെ ശരീരത്തിൽ വഹിച്ചല്ലപ്പ. നിന്റെ അടിപ്പിടരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നപ്പ. നിന്റെ അടിപ്പിടരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നപ്പ. കർത്താവേ നീ തൊട്ട കൃപയ്ക്കാക്കി സ്തോത്രം. എല്ലാ പാസ്റ്റർമാരെ, എല്ലാ അയ്യകാരുമാർ, എല്ലാ അച്ഛന്മാരെ, എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെയും നീ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ കർത്താവേ. അപ്പ സുവാർത്ത എല്ലാ രാജ്യങ്ങളിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ കർത്താവേ. എല്ലാവരും നിന്നെ അറിയുവാൻ, നിന്നെ കാണുവാൻ നീ ഇടയാക്കണമേ അപ്പച്ച. ഇനിയും കർത്താവേ എത്ര കാലമുണ്ടോ ഞങ്ങൾക്ക് അറിയത്തില്ലപ്പ. അതുപോലെ മഴ മുഖാന്തരം എത്രയോ ജനങ്ങൾ കർത്താവേ, വെള്ളപ്പൊക്കം മുഖാന്തരവും കർത്താവേ വീടിൻ്റെ മേൽ മരങ്ങൾ വീണു അങ്ങനെ ഏതെല്ലാം വ്യക്തി കഷ്ടപ്പെടുന്നപ്പ. അവർക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണമേ, നമ്മതി കൊടുക്കണമേ, പാവത വിടുകട കൊടുക്കണമേ, രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ കർത്താവേ. നീ കൈവിടല്ലപ്പ, കൈവിടല്ലപ്പ. സ്വന്തപ്പെട്ടവരുടെ വേർപാട് മുഖാന്തരം ദുഃഖത്തിൽ കഴിയുന്നവരെ നീ അനുഗ്രഹിക്കണമേ. വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടത്തി കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ കർത്താവേ. പ്രമോഷൻ തടഞ്ഞിട്ടവരുടെ പ്രമോഷൻ കർത്താവേ അപ്പ തടഞ്ഞിട്ടിരിക്കുന്ന സൈത്താനെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ അപ്പ. നീ പ്രവർത്തിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് ഫോൺ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.